ഇറാന്റെ മേലുള്ള അമേരിക്കൻ ഇസ്രായേൽ ആക്രമണം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്ക കരയുദ്ധം ലക്ഷ്യം വെച്ച് കൂടുതൽ സൈനികരെ മേഖലയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തോടെ വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു. ഇറാന്റെ മേലുള്ള യാങ്കി സൈനിസ്റ്റ് ആക്രമണം തുടങ്ങി ഒരു മാസമായപ്പോഴാണ് ഹൂത്തികൾ യുദ്ധത്തിലേക്ക് എടുത്തു ചടങ്ങുന്നത്. ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് റോക്കറ്റിൽ തുടങ്ങി കരയുദ്ധത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ കരയുദ്ധത്തിൽ സൈനിസ്റ്റ് സേന ഓരോന്നായി പുക തീർന്ന് വീണുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഏകദേശം 3500 നാവികരും മറീനുകളും അടങ്ങുന്ന ഒരു അമേരിക്കൻ നേവി കപ്പൽ മിഡിൽ ഈസ്റ്റിൽ എത്തിയിരിക്കുന്നു. USS ട്രിപ്പോളി എന്ന അമേരിക്കൻ നേവി കപ്പലാണ് 3500 സൈനികരുമായി മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചേർന്നതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. അതിനിടയിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഏകദേശം 90% നടക്കുന്നത് ഈ ദ്വീപ് വഴിയാണ്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ കേന്ദ്രബിന്ദുവായതിനാൽ ഇത് പിടിച്ചെടുക്കുന്നത് ഇറാനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് തീർച്ചയാണ്. കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് തങ്ങളുടെ പരിഗണനയിലുള്ള ഓപ്ഷനുകളിൽ ഒന്നാണെന്ന് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഗ് ദ്വീപ് ഞങ്ങൾ എടുത്തേക്കാം, എടുക്കാതിരുന്നേക്കാം, ഞങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതും ഇറാനെ തോൽപ്പിക്കാൻ. മാർച്ച് 13 അമേരിക്ക കാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വൻതോതിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് എണ്ണ ശുദ്ധീകരണശാലകളെ ആക്രമിക്കുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയത് യുദ്ധാനന്തരം ഇറാന്റെ ഓയിൽ കൊള്ള ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാർഗ് പിടിച്ചെടുക്കുന്ന നീക്കങ്ങൾ ഉണ്ടായാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ദ്വീപ് പിടിക്കാൻ ശ്രമിച്ചാൽ പെർഷ്യൻ ഉൾക്കടലിൽ വ്യാപകമായി നാവിക മൈനുകൾ വിതറുമെന്നും ഇതുവഴി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് അമേരിക്കക്ക് അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് സൈനിക നിരീക്ഷകർ കരുതുന്നത്. ഇറാൻ വിന്യസിച്ചിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചേക്കാം. കൂടാതെ ഇത് പശ്ചിമേഷ്യയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാർഗ് ദ്വീപ് പിടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഗൾഫ് മേഖലയിലാണ്. കാർഗ് നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടാൽ മേഖലയിലെ എല്ലാ എണ്ണക്കിടവുകൾക്കും വെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്കും ഇറാൻ തീയിടുമെന്നത് 100% ഉറപ്പാണ്. ഗൾഫിൽ പതനമുണ്ടായാൽ അത് ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ദുർബലമാക്കും എന്നതിൽ സംശയമില്ല. അതിനിടെ ഇസ്രായേലിന്റെ ബീർഷബയിലെ കെമിക്കൽ ഫാക്ടറി ആക്രമിച്ച് ഇറാൻ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇറാന്റെ കൃത്യമായുള്ള ആക്രമണമായിരുന്നു അത്. ഇസ്രായേലിന്റെ പവർ സ്റ്റേഷൻ ആക്രമണങ്ങളും അമേരിക്കയുടെ കരയുദ്ധ നീക്കവും കാർഗ് പിടിക്കാനുള്ള നീക്കവും ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കി എന്ന് വേണം പറയാൻ. ഇസ്രായേൽ വിഷവാതക ഭീതി മൂലം ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ്. ഇറാൻ ഇസ്രായേലിലെ തെക്കൻ ഭാഗത്തുള്ള ബീർഷബയിലെ കെമിക്കൽ ഫാക്ടറിയാണ് ആക്രമിച്ചിരിക്കുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ബീർഷബയിലെ കെമിക്കൽ ഫാക്ടറിയിൽ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബീർഷബ മേഖലയിലെ ഒരു കെമിക്കൽ ഫാക്ടറിയിലാണ് മിസൈൽ പതിച്ചത്. രാസവസ്തുക്കൾ ഉള്ളതിനാൽ തീ അതിവേഗം പടരുകയും നിയന്ത്രിക്കാൻ പ്രയാസമാവുകയും ചെയ്യുകയായിരുന്നു. രാസവസ്തുക്കൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന വിഷപ്പുക പ്രദേശവാസികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അവ ശ്വസിച്ചാൽ കൂട്ടമരണം തന്നെ സംഭവിച്ചേക്കാം. പ്രദേശത്തെ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ ഇരിക്കാനും ജനലുകളും വാതിലുകളും അടച്ചിടാനും ഇസ്രായേൽ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഗ്നിശമന സേനാംഗങ്ങൾ തീ അണക്കാനുള്ള ശ്രമങ്ങൾ മണിക്കൂറുകളോളം നടത്തിയിട്ടും തീ അണക്കാനായിരുന്നില്ല. എന്നാൽ വിഷവാതകം ഭീഷണിയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് പ്രവർത്തനം നടത്തുന്നത്. മേഖലയിലെ സാഹചര്യം വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. ഇറാൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്.